Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റേറ്റിംഗ് സ്കെയിലുകളായിരുന്നു. അതിൽ ടോട്ടൽ 8 സ്കെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. 4 സ്കെയിൽ വരെ നമ്മളവിടെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന സ്കെയിൽസ് ഒന്ന് നോക്കാം. അതിൽ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്ന ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ. ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെസ്പോണ്ടൻസ് ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്കെയിൽ ഹാവിംഗ് നമ്പേഴ്സ് ആൻഡ് or brief descriptions associated with each category. റെസ്പോണ്ടൻറ്റിന് നമ്മൾ ക്വസ്റ്റനെയർ കൊടുക്കുമ്പോൾ അവിടെ ഒന്നില്ലെങ്കിൽ നമ്പേഴ്സ് ഉള്ളതോ അല്ലെങ്കിൽ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്ക്രിപ്ഷനോ ഉള്ള സ്കെയിലിംഗ് ഇതായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. Then the respondents are asked to select one of the limited numbers of categories ordered in terms of scale position which best describe the product, brand, company or product attribute being studied. നമ്മൾ കൊടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരോട് ഈ തന്നിരിക്കുന്ന സ്കെയിലത്തെ ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ദിസ് യൂസസ് ഇൻ്റർവെൽ സ്കെയിൽ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർവെൽ സ്കെയിലാണ്. An example of itemized rating scale is given above. The itemized rating scale provides the flexibility to use as many points in the scale as considered necessary. ഒരു സ്കെയിലിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി പോയിന്റുകൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്കെയിലാണ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. Research indicates that a 5-point scale is frequently used in business research. The increase in number of points does not improve the reliability of the ratings. കാരണം റിസർച്ച് ചെയ്യുന്നവർ മെജോറിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് 5-point സ്കെയിലാണ്. കൂടുതലായിട്ട് നമ്മൾ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ റേറ്റിംഗ് റിലയബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഇനി 6th പോയിന്റിൽ പറയുന്ന ന്യൂമറിക്കൽ സ്കെയിൽ. ന്യൂമറിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു സിമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് നമ്പേഴ്സ് ഓൺ എ 5 points or 7 point scales are provided with a bipolar adjectives on both ends. This is also an interval scale. ന്യൂമറിക്കൽ സ്കെയിലിൽ പേര് തന്നെ പറയാൻ പറ്റും. നമുക്ക് നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ 5 നമ്പേഴ്സ് അല്ലെങ്കിൽ അതേപോലെ തന്നെ 7 പോയിൻറ്റ് വരുന്ന പോലുള്ള സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. അതേ ബൈപോളർ അഡ്ജക്റ്റീവ്സിൽ നമ്മൾ അതിൻ്റെ വേർഡിങ്സ് യൂസ് ചെയ്യുന്നു. നമ്മൾ അഡ്ജക്റ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർവെൽ സ്കെയിലാണെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് ന്യൂമറിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത്. 7th വണ്ണിൽ പറഞ്ഞ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. Helps the respondent to mark on the scale their answers to a particular question by placing a mark on the appropriate point on the line. അവർക്ക് ഗ്രാഫിക്കായിട്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ അവരുടെ ആൻസർ എന്താണോ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവർക്ക് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്രോപ്രിയേറ്റ് പോയിൻ്റ് ഓൺ ദ ലൈൻ ഉണ്ടായിരിക്കും, അതിൽ മാർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി 8th പോയിന്റിൽ പറയുന്ന ഫിക്സഡ് ഓർ കോൺസ്റ്റൻറ്റ് സ്കെയിൽ. Here the respondents are asked to distribute a given number of points across various items. For example, the respondents are asked to indicate importance to the 5 aspects by allotting points for selecting toilet soap. കുറേ സോപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സോപ്പിനെ അവർ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. അതിൻ്റെ കളറിന് എത്ര പോയിൻറ്റ്, സ്മെല്ല്, സൈസ്, ഷേപ്പ്, ക്വാളിറ്റി ഓഫ് ഫോം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ടോട്ടൽ പോയിൻ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പം ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു ഗിവൺ നമ്പർ ഓഫ് പോയിൻറ്റ്സ് അക്രോസ് വേരിയസ് ഐറ്റംസ്. തന്നിരിക്കുന്ന ഐറ്റംസിന് ഒരുപാട് നമ്പേഴ്സ് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ റേറ്റിംഗ് സ്കെയിലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൽ വരുന്നൊരു കാറ്റഗറിയാണ് റാങ്കിങ് സ്കെയിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ധാരാളമായി ചോദിച്ചിട്ടുണ്ട്. റാങ്കിങ് സ്കെയിൽ എന്താണെന്നുള്ളത്. ദീസ് സ്കെയിൽസ് ആർ യൂസ്ഡ് ടു ടാപ്പ് പ്രിഫറൻസസ് ബിറ്റ്വീൻ 2 or among more objects or items. ഒന്നിലധികം ഒബ്ജക്ട്സോ ഐറ്റംസോ ഉള്ള സമയത്ത് പ്രിഫറൻസുകളെ അറിയാനാണ് റാങ്ക് ചെയ്യുന്നത്. നമ്മൾ റേറ്റ് ചെയ്യുന്നത് എന്തായിരുന്നു, ആറ്റിറ്റ്യൂഡിനെ ആയിരുന്നു. ഇവിടെ പ്രിഫറൻസുകളെ ആണെങ്കിൽ അത് റാങ്ക് ചെയ്യുകയാണ് ചെയ്യുക. സച്ച് റാങ്കിങ് മെ നോട്ട് ഗിവ് അൾട്ടിമേറ്റ് ക്ലൂ ടു സം ഓഫ് ദ ആൻസേഴ്സ് റിക്വയർഡ് ബൈ ദ റിസർച്ചർ. ഇനി റിസർച്ചർക്ക് ആവശ്യമുള്ള തരത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഇതിലെ സ്കെയിൽ കൊണ്ട് കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദർ ആർ ജനറലി 3 approaches ഓഫ് റാങ്കിങ് സ്കെയിൽ. റാങ്കിങ് സ്കെയിൽ
സ്കെയിലിന് 3 അപ്രോച്ചുകളാണുള്ളത്. പെയർഡ് കമ്പാരിസൺ, കമ്പാരിറ്റീവ് സ്കെയിൽ ആൻഡ് ഫോഴ്സ്ഡ് ചോയ്സ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പെയർഡ് കമ്പാരിസൺ. ആ പേര് തന്നെ നമുക്കറിയാൻ പറ്റും. ദ റെസ്പോണ്ടൻറ്റ് ക്യാൻ എക്സ്പ്രസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ബൈ മേക്കിംഗ് എ ചോയ്സ് ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ്. 2 ഒബ്ജക്ട്സ് കിട്ടുന്നെങ്കിൽ അവ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സെലക്ഷൻ നടക്കുന്നത്. എക്സാമ്പിൾ, ചോയ്സ് ബിറ്റ്വീൻ ന്യൂ ഫ്ലേവർ ഓഫ് എ സോഫ്റ്റ് ഡ്രിങ്ക് ഓർ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ പുതിയൊരു ഫ്ലേവറും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ഉള്ള പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ആസ് ദ നമ്പർ ഓഫ് ദ ഒബ്ജക്ട്സ് കമ്പയർഡ് ഇൻക്രീസസ് ദ ഫോളോയിങ് ഫോർമുല ഈസ് യൂസ്ഡ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒബ്ജക്ട്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്യുന്നു. ദ പെയർഡ് ചോയ്സ് ഓഫ് n ഒബ്ജക്ട്സ് വിൽ ബി n ഇൻറ്റു n-1/2. ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാവുന്നതാണ്. The greater the number of objects, the greater the number paired comparison presented to the respondents. Number of objects കൂടുന്തോറും എന്താണ് കമ്പാരിസണും കൂടും. ഇറ്റ് വിൽ എൻഹാൻസ് ദ ഫാറ്റിഗ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ്. കുറേ അങ്ങനെ ആവുകയാണെങ്കിൽ റെസ്പോണ്ടൻറ്റ് സ്വാഭാവികമായിട്ടും അതിനോട് താല്പര്യം കുറവാണ് അവിടെ കാണിക്കുക. കാരണം അവർക്ക് ഒരുപാട് നേരം എടുത്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ മടിയുണ്ടായിരിക്കും. സോ പെയർഡ് കമ്പാരിസൺ ഈസ് എ ഗുഡ് വെൻ ദ നമ്പർ ഓഫ് സ്റ്റിമുലി ഓർ ഒബ്ജക്ട്സ് ആർ സ്മോൾ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഇരിക്കണം, ചെറിയ നമ്പറിൽ മാത്രം ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാണ്ട് ഒന്നിലധികം ഒരുപാട് ഇപ്പോൾ ഒരു 50 ഐറ്റം കൊടുക്കുമ്പോൾ അത് ഓരോ പെയറായിട്ട് കമ്പയർ ചെയ്യുക പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഓരോന്നിനെയും എടുത്ത് ഓരോ പെയേഴ്സിനെ ആയിട്ട് എടുത്ത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവരും അതിനോട് താല്പര്യം കാണിച്ചോളുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എ റെസ്പോണ്ടൻറ്റ് ഈസ് ആസ്ക്ഡ് ടു കമ്പയർ 2 ഒബ്ജക്റ്റീവ്സ് അറ്റ് എ ടൈം അക്കോർഡിംഗ് ടു സം ക്രൈറ്റീരിയൻ. അപ്പോൾ തന്ന ക്രൈറ്റീരിയൻ എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് 2 ഒബ്ജക്റ്റീവ്സിനെ സെലക്ട് ചെയ്ത് അതിന്ന് കമ്പാരിസൺ നടത്താനാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. The number of comparisons the respondents must make depends on how many items or products are in the group. കൊടുത്ത ഗ്രൂപ്പിൽ എത്ര പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എത്ര ഐറ്റംസ് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ കമ്പാരിസൺസ് ഉണ്ടായിരിക്കുക. അപ്പോൾ 10 ഐറ്റമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആദ്യത്തെ 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1 സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്തതിന് ശേഷം 2ഉം 3ഉം കമ്പയർ ചെയ്യുക, 3ഉം 4ഉം കമ്പയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് വരുന്നത്. The paired comparison scale gives ordinal data. ഇതൊരു ഓർഡിനൽ ഡാറ്റയാണ്. ഇറ്റ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു ഇൻ്റർവെൽ സ്കെയിൽ ബൈ ദ മെത്തേഡ് ഓഫ് ലോ ഓഫ് കമ്പാരിറ്റീവ് ജഡ്ജ്മെൻറ്റ്. നമുക്കിങ്ങനെ കിട്ടുന്ന ഈ ഡാറ്റേനെ നമുക്ക് എന്താക്കി മാറ്റാം? ഇൻ്റർവെൽ സ്കെയിലിലേക്ക് മാറ്റാം. ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്ന് LL തേഴ്സ്റ്റൺ ആണ്. ഈ ഒരു മെത്തേഡിലേക്ക് നമുക്കിത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെയർഡ് കമ്പാരിസൺ എന്ന് പറയുമ്പം എത്രത്തോളം നമ്മൾ ആൻസേഴ്സ് അവർക്ക് റെസ്പോണ്ടിന് കൊടുത്തിട്ടുണ്ടോ ആ ഒരു നമ്പർ ഓഫ് പെയേഴ്സ് ഓരോന്നിനെയും ഓരോ പെയറുകളാക്കി കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ഉത്തരത്തിലേക്ക് എത്തുന്നത്. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെയാണ് കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ബെഞ്ച് മാർക്ക് ഓർ എ പോയിന്റ് ഓഫ് റെഫറൻസ് ടു അസസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് കറണ്ട് ഒബ്ജക്ട്സ്, ഈവൻറ്റ് ഓർ സിറ്റുവേഷൻ അണ്ടർ സ്റ്റഡി. നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന സിറ്റുവേഷനോ ഈവൻറ്റോ കറണ്ട് ഒബ്ജക്റ്റിനോ അതിലൊക്കെ ആറ്റിറ്റ്യൂഡ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കെയിൽ അവിടെ യൂസ് ചെയ്യുന്നത്, കമ്പാരിറ്റീവ് സ്കെയിൽ. പിന്നെ പറയുന്നതാണ് മൂന്നാമത്തെ ഫോഴ്സ്ഡ് ചോയ്സ്. ഫോഴ്സ്ഡ് ചോയ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ റെസ്പോണ്ടൻസ് എന്ത് ചെയ്യണം? ടു റാങ്ക് ദ ഒബ്ജക്ട്സ് റിലേറ്റീവ് ടു വൺ അനദർ എമംഗ് ദ ഓൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡഡ്. എന്താണോ ഓൾട്ടർനേറ്റീവ് നമുക്ക് തന്നിരിക്കുന്നത് അതുമായി കമ്പയർ ചെയ്തിട്ട് അവിടെ ഏതെങ്കിലും ഒന്ന് കൊടുക്കാൻ ഓരോ റെസ്പോണ്ടൻറ്റും നിർബന്ധിതരായി തീരുന്നൊരവസ്ഥ. ദിസ് ഈസ് ഈസിയർ ആൻഡ് ഫാസ്റ്റർ ആസ് ദ റെസ്പോണ്ടൻസ് ആർ കൺസേൺഡ്. ഓരോ ആൾക്കാരെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ഈസിയറാണ്, കുറച്ചുകൂടി ഫാസ്റ്ററാണ്. For example, under paired comparison method with 10 items, 45 paired comparisons are required to complete the task. In the method of ranking, 10 items are to be ranked. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 10 ഐറ്റം ഉണ്ട്, അതുപോലെ 45 പെയർഡ് കമ്പാരിസണും തന്നിട്ടുണ്ട്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 ഐറ്റം നമ്മൾ ആദ്യം റാങ്ക് ചെയ്യും. ഇതിൽ ഏറ്റവും ആദ്യം വരേണ്ടത് ഏതാണ്? അത് 1, പിന്നെ 2, 3 അങ്ങനെ നമ്മൾ 10 എണ്ണത്തിന് റാങ്ക് ചെയ്യുന്നു. In certain cases, complete ranking of items is not needed when the respondent is asked to rank only their first, second and third choices. ചില സന്ദർഭങ്ങളിൽ
ഇങ്ങനെ റാങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ജസ്റ്റ് ചെയ്ത് മാത്രം നോക്കുക, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ചോയ്സ് ആ ബേസിൽ അത് പറയാവുന്നതാണ്. ദ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ റെസ്പോണ്ടൻറ്റ് ഗീവ് റാങ്ക്സ് കെയർലെസ്ലി. ചിലപ്പോൾ അവർ എന്ത് ചെയ്യും, വളരെ കെയർലെസ് ആയിട്ട് ഇത് അവർ ആൻസർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നോൺ കമ്പാരിറ്റീവ് സ്കെയില്. ഇതൊരു കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലാണ്. ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ, സിമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ് ആൻഡ് ലിക്കേർട്ട് സ്കെയില്. ഈ നോൺ കമ്പാരിറ്റീവ് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കമ്പാരിസൺ നടത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുന്ന സ്കെയിലുകളാണ് ലിക്കേർട്ട്, സിമാൻറ്റിക് ഡിഫറൻഷ്യൽ, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയില്, കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുമ്പം ഇവിടെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കെയിൽ ടൈപ്പ് അവിടെ പറയുന്നുണ്ട്. അത് തുടർച്ചയായിട്ട്, അതായത് അൺഫേവറബിൾ മുതൽ ഫേവറബിൾ ആവുന്നവരേക്ക്, 0 മുതൽ 100 വരേക്ക്. അതേപോലെ സ്കെയിൽ ടൈപ്പ് ബി എന്ന് പറയുമ്പം അൺഫേവറബിൾ ടു ഫേവറബിൾ. ഒന്നില്ലെങ്കിൽ ആ നമ്പേഴ്സ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് കൊടുത്തുകൊണ്ടോ മാത്രം ചെയ്യുന്നതാണ്. The respondents are asked to give rating by placing a mark to appropriate position on a continuous line. ഈ തന്നിരിക്കുന്ന കണ്ടിന്യൂസ് ലൈനിൽ അവർക്ക് ഏതെങ്കിലും ഒരു മാർക്ക് ചെയ്യാവുന്നതാണ്. സ്കെയിൽ ക്യാൻ ബി റിട്ടൺ ഓൺ കാർഡ് ആൻഡ് ഷോൺ ടു ദ റെസ്പോണ്ടൻറ്റ് ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ. ഒന്നില്ലെങ്കിൽ ഇൻ്റർവ്യൂ സമയത്ത് റെസ്പോണ്ടൻറ്റിന് കാണിച്ചുകൊണ്ട് അത് അവരെ കൊണ്ട് മാർക്ക് ചെയ്യിപ്പിക്കാം. The respondent score is determined either by dividing the line into many categories was desired and assigning the respondent a score based on the category into his or her mark folds. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഇത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പർ ഏത് കാറ്റഗറിയിൽ വരും എന്നതിനെ മെഷർ ചെയ്തിട്ടാണ്. അതായത് ഓർ ബൈ മെഷറിങ് ഡിസ്റ്റൻസ്. അതായത് 0 ആണെങ്കിൽ ആ 50 ആണ് മാർക്ക് ചെയ്തെങ്കിൽ ആ 0 to 50 വരെ വരുന്ന നമ്മുടെ ആ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ മില്ലിമീറ്റർ, ഇഞ്ച്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വിച്ചെവർ ഓഫ് ദീസ് ഫോംസ് ഓഫ് ദ കണ്ടിന്യൂസ് സ്കെയിൽ ഈസ് യൂസ്ഡ്, റിസൾട്ട്സ് ആർ നോർമലി അനലൈസ്ഡ് ആസ് ഇൻ്റർവെൽ സ്കെയിൽഡ്. ഏത് ഫോം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ സാധാരണ ഒരു ഇൻ്റർവെൽ സ്കെയിൽ എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും അനാലിസിസ് നടക്കുന്നത്. 2 വേർഷൻസ് ഓഫ് എ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽസ് ആർ ഡെപ്പിക്റ്റഡ് ഇൻ ദ ഫോളോയിങ് ചാർട്ട്. ഇനി 2 തരത്തിലാണ് ഇവിടെ അത് കാണിച്ചു തരുന്ന ചാർട്ടിലെന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. ലൈൻ മാർക്കിംഗ് സ്കെയിൽ. ലൈൻ മാർക്കിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി യൂസ് ടു മെഷർ പെർസീവ്ഡ് സിമിലാരിറ്റി ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൊഡക്ട്സ്, ബ്രാൻഡ്സ്, അതർ ഒബ്ജക്ട്സ്. ബ്രാൻഡുകളോ പ്രൊഡക്റ്റുകളോ അതർ ഒബ്ജക്ട്സോ തമ്മിലൊക്കെ അതിൻ്റെ സിമിലാരിറ്റിയും ഡിഫറൻസുകളും അറിയാൻ യൂസ് ചെയ്യുന്നതാണ് ലൈൻ മാർക്കിംഗ് സ്കെയിൽ. ടെക്നിക്കലി സച്ച് എ സ്കെയിൽ ഈസ് എ ഫോം വാട്ട് ഈസ് ടേംഡ് എ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ since each end of the scale is labeled with a word phrase that is opposite in meaning to the other. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിൻ്റെ ബൈപോളാർ അഡ്ജക്റ്റീവ്സ്, അതായത് ഒരു സൈഡ് നമുക്കൊരു മീനിങ് കൊടുക്കുകയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ സൈഡിലുള്ള ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, കൺസിഡർ ദ പ്രൊഡക്ട്സ് ബിലോ വിച്ച് ക്യാൻ ബി യൂസ്ഡ് വെൻ ഫ്രൈയിങ് ഫുഡ്. ഫുഡ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ഈച്ച് പെയർ ഇൻഡിക്കേറ്റ് ഹൗ സിമിലർ ഓർ ഡിഫറെൻറ്റ് ദേ ആർ ഇൻ ദ ഫ്ലേവർ വിച്ച് ദേ ഇമ്പാർട്ട് ടു ദ ഫുഡ്. ഫുഡുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവേഴ്സ് എത്രത്തോളം ഡിഫറെൻ്റ് ആണ് അല്ലെങ്കിൽ സിമിലർ ആണ്, 2 പ്രൊഡക്റ്റോ അല്ലെങ്കിൽ 2 കാറ്റഗറിയുള്ള സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കവിടെ ചോദിക്കാൻ എന്താണ്, ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ അത് എത്രത്തോളം സിമിലറായി തോന്നുന്നുണ്ട് 2 പ്രൊഡക്റ്റ് തമ്മിൽ, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫറെൻ്റ് ആയി തോന്നുന്നുണ്ട്. The above chart depicts this scale. Some types of respondent, the line scale is easier format because they do not find discrete numbers. Best reflect their attitudes and feelings. ചില ആൾക്കാർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട്, അതായത് ഡിസ്ക്രീറ്റ് നമ്പർ കാണാതെ അവർക്കത് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം. ദ ലൈൻ മാർക്കിംഗ് സ്കെയിൽ ഈസ് എ കണ്ടിന്യൂസ് സ്കെയിൽ. ഇത് എപ്പോഴും എന്താണ്, ഒരു കണ്ടിന്യൂസ് സ്കെയിലാണ്. അപ്പോൾ ടൈപ്പ് എ എന്ന് പറയുമ്പോൾ ടൈപ്പ് എക്ക് കൊടുക്കുന്ന വെരി ഈസി, ഈസി, ക്വൈറ്റ് ഈസി, നൈദർ, ക്വൈറ്റ് ഹാർഡ്, ഹാർഡ് ആൻഡ് വെരി ഹാർഡ്. പിന്നെ വെരി ഈസി മുതൽ വെരി ഹാർഡ് വരെ, അതേപോലെ ടൈപ്പ് സിയിലും കൊടുത്ത് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ ഓരോന്നും നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് ലൈൻ മാർക്കിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ ലാസ്റ്റ് വന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിൽസുകൾ, അതായത് റേറ്റിംഗ് സ്കെയിലും റാങ്കിങ് സ്കെയിലും. റേറ്റിങ്ങിൽ 8 ടൈപ്പ് സ്കെയിലുണ്ട്, റാങ്കിങ്ങിൽ 4 തരത്തിലുള്ള സ്കെയിൽസാണ് അവിടെ 3 തരത്തിലുള്ള പെയർഡ് കമ്പാരിസനും കമ്പാരിറ്റീവ് സ്കെയിലും അതേപോലെ ഫോഴ്സ്ഡ് ചോയ്സും. പിന്നെ വരുന്നത് നോൺ കമ്പാരിറ്റീവ് സ്കെയിൽസാണ്, അതായത് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലും ലിക്കേർഡ് സ്കെയിലും. കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലും ലൈൻ മാർക്കിംഗ് സ്കെയിലും, ഇത് രണ്ടും എന്താണ് നോൺ കമ്പാരിറ്റീവ് സ്കെയിലാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതായത് മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. അപ്പോൾ എക്സാമിന് എന്താണ് മെഷർമെൻറ്റ്, സ്കെയിലിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് യൂസ്ഡ്, അതുപോലെ തന്നെ സ്കെയിലിംഗ് ടെക്നിക്സ്, ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൽ മെഷർമെൻറ്റ് എന്താ ചോദിക്കാം, 2 മെഷർമെൻറ്റ് സ്കെയിൽസ് ഏതെങ്കിലും മെൻഷൻ ചെയ്യാൻ പറയാം. ഓർഡിനൽ സ്കെയിലോ റേഷ്യോ സ്കെയിലോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. സിമാൻറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ടെക്നിക്സ് ഏതാ ചോദിക്കാം. എസ് എ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുക മെഷർമെൻറ്റ് ഓഫ് സ്കെയിൽസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽസ്, അതായത് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് സ്കെയിൽ, ഈ റേറ്റിങ്ങും റാങ്കിങ്ങും ആ ഒരു 5 ടൈപ്പ് ഫസ്റ്റ് പഠിച്ചല്ലോ, നോമിനൽ, ഓർഡിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്കെയിലുകൾ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്